പ്രഭാത വന്ദനങ്ങൾ. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള നീതി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ സാധാരണ നിലയിൽ കാണുന്ന നീതി, നമ്മുടെ സ്വഭാവം കൊണ്ടും നല്ല ക്യാരക്ടർ കൊണ്ടും ബിഹേവിയർ കൊണ്ടും നേടിയെടുക്കുന്ന നീതി. എന്നാൽ അതിൽ നിന്ന് തികച്ചും ഡിഫറൻ്റാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അത് നമുക്കൊരു ദാനമായി നമുക്ക് ലഭിക്കുന്നതാണ്. അത് കൃപയാൽ നമ്മുടെ വിശ്വാസത്താൽ സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ്. 2 കൊരിന്ത്യർ 5:21 നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതെ, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിൽ മരിച്ചതിലൂടെ നമുക്ക് നേടിത്തന്ന ആ നീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടല്ല അത് ലഭിക്കേണ്ടത്. കാരണം അതൊരു ഗിഫ്റ്റാണ്. അത് കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ദാനമാണ്. അതുകൊണ്ട് തന്നെ ആ നീതി ലഭിച്ചവർ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റബോധത്തിലും ഒന്നും ആയി പോകാതെ ദൈവം നമുക്ക് വേണ്ടി നീതിയായതുകൊണ്ട് തന്നെ ദാവീദ് സങ്കീർത്തനങ്ങൾ 4:1 പറഞ്ഞതുപോലെ, എൻ്റെ നീതിയായ ദൈവമേ എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ലല്ലോ, അങ്ങ് ക്രൂശിൽ മരിച്ചതിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന നീതിയാൽ ദൈവം ഞങ്ങളെ അതിലൂടെ നോക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ നീതിയിൽ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുറ്റബോധങ്ങളും ഞങ്ങളുടെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും വിട്ട് അങ്ങയുടെ സന്നിധി നിൽക്കുവാനുള്ള കൃപ അങ്ങ് തന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.